ലോക സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8. 2024 ജനുവരിയിൽ 100-ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവി ആര്? ഉത്തരം കുമാരനാശാൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആര്? ഉത്തരം കണ്ണൂർ. പി. വത്സലയുടെ ഏതു നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഉത്തരം നെല്ല്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏത്? ഉത്തരം തളിപ്പറമ്പ്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഇ. സന്തോഷ് കുമാർ. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആര്? ഉത്തരം കെ. ആർ. മീര. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേരെന്ത്? ഉത്തരം നീലു. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏത്? ഉത്തരം ആടുജീവിതം. കേരളത്തിലെ ആദ്യ AI അധ്യാപിക? ഉത്തരം ഐറിസ്. ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ കരസേന ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലെത്താൻ നിർമ്മിച്ച താൽക്കാലിക പാലം ഏത്? ഉത്തരം ബെയ്ലി പാലം. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ കായിക ഇനം? ഉത്തരം ഹോക്കി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം തൃശ്ശൂർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം മനു ഭാക്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? ഉത്തരം അനിമോമീറ്റർ. 200 രൂപ നോട്ടിൽ ഏത് ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? ഉത്തരം സാഞ്ചി സ്തൂപം. ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയ പ്രഭു ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയ ആദ്യ വിദേശികളാര്? ഉത്തരം പോർട്ടുഗീസുകാർ. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം എന്ത്? ഉത്തരം വെളുപ്പ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. ആരുടെ ജന്മദിനമാണ് ലോക കലാദിനമായി ഏപ്രിൽ 15 ആഘോഷിക്കുന്നത്? ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കോസി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന അന്ധകവി ആര്? ഉത്തരം ഹോമർ.